Fermat's theorem continuation ആണ്. Theorem 7.5. Let P be a prime and A any integer such that P does not divides A. Then A raised to P minus 2 is an inverse of A modulo P. Okay, so P is a prime and A any integer such that P does not divides A. Then we have to show that A raised to P minus 2 is an inverse of A modulo P. Okay, proof. So we know that by Fermat's little theorem, if P is a prime and P does not divides A, then A raised to P minus 1 is congruent to 1 mod P. Fermat's little theorem വെച്ച് ഇങ്ങനെ എഴുതാം നമുക്ക്. Then ഈ P minus 1 നമുക്ക് P minus 2 plus 1 എന്ന് എഴുതാം അല്ലേ. സോ ഇതിനെ A raised to P minus 2 plus 1 അതിനെ A raised to P minus 2 into A എന്ന് എഴുതി, and that is congruent to 1 mod P. ഇനി നമ്മൾ എക്സ് എൻ്റെ ഇൻവേഴ്സ് ആണെന്ന് എപ്പോഴാണ് പറയല്? ഇഫ് എ എക്സ് ഈസ് കോൺക്വറൻറ്റ് ടു 1 mod പി ആണെങ്കിൽ. ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? എ റേസ് ടു പി മൈനസ് 2 ഇൻറ്റു എ ഈസ് കോൺക്വറൻറ്റ് ടു 1 mod പി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? എ റേസ് ടു പി മൈനസ് 2 ഇസ് ആൻ ഇൻവേഴ്സ് ഓഫ് എ മോഡുലോ പി. ഓക്കെ, നെക്സ്റ്റ് ഈസ് തിയറം 7.6. Let P be a prime and A any integer such that P does not divides A. Then the solution of the linear congruence Ax congruent to B mod P is given by x is congruent to A raised to P minus 2 B mod P. Okay, so we have a prime P and an integer A, and P does not divides A. Then the solution of this linear congruence Ax congruent to B mod P, we have to show that it's the solution of this linear congruence is x congruent to A raised to P minus 2 into B mod P. Okay, proof നോക്കാം. We have Ax congruent to B mod P അല്ലേ. ഇവിടെ A is an integer, P is a prime and P does not divides A. So GCD of AP equal to എന്താവും? 1 ആവും, and 1 divides B. Then this linear congruence Ax congruent to B mod P has a solution. It has only one solution അല്ല, ഇതിൻ്റെ ജി സി ഡി 1 ആണ്. സോ ഇറ്റ് ഹാസ് 1 and 1 divides B, so it has solution and it has only one unique solution. Okay, now Ax congruent to B mod P, ഇനി നമുക്ക് ഇങ്ങനെ എഴുതാം അല്ല, എ റേസ് ടു പി മൈനസ് 2 കോൺഗ്രുവൻറ്റ് ടു എ റേസ് ടു പി മൈനസ് 2 തന്നെയാണ് മോഡ് പിയിൽ. ഓക്കെ, സോ ഈ കോൺഗ്രുവൻസിനെയും എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് പി, ഇത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ എഴുതാം? എ റേസ് ടു പി മൈനസ് 2 into A x is congruent to A raised to P minus 2 into B mod P. Okay, so ഇവിടെ A raised to P minus 2 into A എന്താണ് mod P ഉള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞു, if P is a prime and P does not divides A, then P A raised to P minus 2 is the inverse of A മോഡുലോ പി എന്ന് പറഞ്ഞു തിയറം 7.5. സോ അത് വെച്ചിട്ട് എ റേസ് ടു പി മൈനസ് 2 ഇൻറ്റു എ മോഡ് പിയിൽ എന്താവും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1, കാരണം ഇത് രണ്ടും എന്താണ്? ഇൻവേഴ്സ് ആണ്. സോ ഇത് 1 ആവും. സോ ലെഫ്റ്റ് സൈഡിൽ എന്ത് മാത്രമാവും? എക്സ് എന്ന് കിട്ടും. ആൻഡ് വി ഗോട്ട് എക്സ് കോൺഗ്രുവൻറ്റ് ടു എ റേസ് ടു പി മൈനസ് 2 ഇൻറ്റു ബി മോഡ് പി. അതായത് ഈ കോൺഗ്രുവൻസിൻ്റെ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് പി എന്ന് പറയുന്നതിൻ്റെ സൊല്യൂഷൻ എന്താണ്? എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു എ റേസ് ടു പി മൈനസ് 2 ഇൻറ്റു ബി മോഡ് പി. സോ ഈ തിയറത്തിൽ പറയുന്നത്, ഇങ്ങനെ ഒരു ലിനിയർ കോൺഗ്രുവൻസ് തന്നിട്ടുണ്ടെങ്കിൽ എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് പി, പി ഇസ് എ പ്രൈം, എ ഇസ് എനി ഇൻറ്റിജർ ആൻഡ് പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ ആണെങ്കിൽ ഈ ലീനിയർ കോൺഗ്രുവൻസിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് കോൺഗ്രുവൻറ്റ് ടു എ റേസ് ടു പി മൈനസ് 2 ഇൻറ്റു ബി മോഡ് പി. സോ ഈ ഫോമിൽ വരുന്ന ലീനിയർ കോൺഗ്രുവൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഡയറക്റ്റായിട്ട് ഈ സൊല്യൂഷൻ കൊടുത്തിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്കൊരു പ്രോബ്ലം നോക്കാം. സോൾവ് ദ ലീനിയർ കോൺഗ്രുവൻസ് 12x ഈസ് കോൺഗ്രുവൻറ്റ് ടു 6 mod 7. സോ ഇവിടെ പി എന്താണ്? പി ഇസ് ഈക്വൽ ടു 7 ആണ്, ആൻഡ് എ ഈക്വൽ ടു 12 ആൻഡ് 7 ഡസ് നോട്ട് ഡിവൈഡ്സ് 12. സോ നമുക്ക് മുകളിൽ കണ്ട എന്ത് ചെയ്യാം? ആ തിയറം 7.6 ഇവിടെ യൂസ് ചെയ്യാം. സോ 12x ഈസ് കോൺഗ്രുവൻറ്റ് ടു 6 mod 7 ആണ്. ഈ ലീനിയർ കോൺഗ്രുവൻസ് സോൾവബിൾ ആണോ നോക്കണം ഫസ്റ്റ് അല്ലേ. സോ അതിനുവേണ്ടി ജി സി ഡി ഓഫ് 12 and 7, GCD of 12 7 equal to 1 and 1 divides C. So this is solvable and it has one incongruent solution, that is it has only one solution, and that solution is given by x is congruent to a raised to p minus 2 into b mod p. So x is congruent to a raised to a is 12, 12 raised to p minus 2, p is 7, 7 minus 2 into b is what? 6 into 6 mod 7, that is 12 raised to 5 into 6 mod 7. So
നമ്മളെ സൊല്യൂഷൻ 12^5 ഇൻറ്റു 6 mod 7 ആണ്. സോ ഇതെന്താണ് നമുക്ക് ചെറുതാക്കണം അല്ലെ, ഇത് വലിയൊരു വാല്യൂ ആണ്. സോ ഇത് ചെറുതാക്കണം. ഫസ്റ്റ് നമ്മൾ 12^5 mod 7ൽ എന്താ വാല്യൂ എന്നാണ് നോക്കുന്നത്. സോ അതിൻ്റെ ബേസ് 12 കൺസിഡർ ചെയ്താൽ 12 ഈസ് കോൺഗ്രുവൻറ്റ് ടു 5 mod 7 ആണല്ലോ. ആൻഡ് 5 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5 എന്താണ്? 5 ഈസ് കോൺഗ്രുവൻറ്റ് ടു -2 mod 7 അല്ലേ. 5 -2 plus 2 വരും, ദാറ്റ് ഈസ് 7 ആൻഡ് 7 ഡിവൈഡ് 7. സോ 5 ഈസ് കോൺഗ്രുവൻറ്റ് ടു -2 mod 7 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 12 കോൺഗ്രുവൻറ്റ് ടു എന്താണ്? 12 ഈസ് കോൺഗ്രുവൻറ്റ് ടു 5 mod 7 ആൻഡ് 5 ഈസ് കോൺഗ്രുവൻറ്റ് ടു -2 mod 7. സോ നമുക്ക് എന്താ എഴുതാം? ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് 12 ഈസ് കോൺഗ്രുവൻറ്റ് ടു -2 mod 7 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 12^5 12 ഈസ് കോൺഗ്രുവൻറ്റ് ടു -2 mod 7 ആണ്. സോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? 12^5 ഈസ് കോൺഗ്രുവൻറ്റ് ടു -2^5 mod 7 and -2^5 is -32. So -32 mod 7 എന്ന് എഴുതാം. സോ -32ൻ്റെ വാല്യൂ mod 7ൽ കാണണം. സോ -32ൻ്റെ വാല്യൂ mod 7ൽ കാണാൻ നമ്മൾ നമ്പർ ലൈൻ വായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ -32 ഇവിടെ കിടക്കുന്നത്. സോ അതെന്തായാലും എന്തല്ല 7ൻ്റെ മൾട്ടിപ്പിൾ അല്ല അല്ലേ. സോ പിന്നെ അതിൻ്റെ അടുത്ത് കിടക്കുന്ന മൾട്ടിപ്പിൾ ഓഫ് 7 ഏതൊക്കെയുള്ളത്? ഒന്ന് -28 ഉണ്ട്, ഒന്ന് -35 ഉണ്ട് അല്ലേ. ലെഫ്റ്റിലേക്ക് പോയാൽ -35ഉം റൈറ്റിലേക്ക് പോയാൽ -28ഉം ആണ്. സോ നമുക്കിവിടെ ഈ -32 മാറ്റിയിട്ട് നമുക്കൊരു പോസിറ്റീവ് റിമൈൻഡറാണ് ഇവിടെ കിട്ടേണ്ടത്. സോ -28 എന്ന് എഴുതാം. -28ലേക്ക് പോവുകയാണെങ്കിൽ എന്താ വരാം? -32 പ്ലസ് 4 എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു -28 ആണ്. ആൻഡ് 7 ഡിവൈഡ്സ് -28 എന്ന് പറയാം. സോ നമുക്കിത് എങ്ങനെ എഴുതാൻ പറ്റും? -32 ഈസ് കോൺഗ്രുവൻറ്റ് ടു, ഇവിടെ +4 ആണ്, അതായത് -4 അല്ലേ. സോ ഇത് ഇങ്ങനെ ആകുമ്പോഴുള്ളൂ എന്ത് വരിക? -32 ഇത് ഇങ്ങോട്ട് വരുമ്പോൾ +4. സോ -32 എന്താണ്? കോൺഗ്രുവൻറ്റ് ടു -4 mod 7 എന്ന് എഴുതാം. അപ്പോൾ അവിടെ എടുക്കുന്ന വാല്യൂ -28. പക്ഷേ അപ്പോൾ അവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? -4 കോൺഗ്രുവൻ്റ് ആണെന്ന് കിട്ടുന്നത്. അതെന്താണ്? ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. സോ നെഗറ്റീവ് വാല്യൂ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും 35 എടുത്ത് നോക്കൂ. 35 എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -32 -3 എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു -35 അല്ലേ. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? -32 -3 ആണ് -35. അതായത് -32 ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 mod 7. ഓക്കെ, സോ -32 എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 3 mod 7 ആണ്. അതേപോലെ -32 കോൺഗ്രുവൻറ്റ് ടു -4 mod 7 ആണ്. പക്ഷെ നമുക്കിവിടെ പോസിറ്റീവ് റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചൂസ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് എന്താ എഴുതാം? -32 mod 7ൽ 3 ആണ്. സോ 12^5 ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 mod 7. നമ്മളെ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു? എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 12^5 ഇൻറ്റു 6 mod 7 ആയിരുന്നു. സോ 12^5 എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 3 mod 7 ആണ് കിട്ടി. സോ നമുക്ക് അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3 × 6 mod 7 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 18 mod 7 ആൻഡ് നമുക്ക് എങ്ങനെ എഴുതാം? 4 mod 7 എന്ന് എഴുതാം. സോ നമ്മൾ ലീനിയർ കോൺഫറൻസ്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്ന ലീനിയർ കോൺഫറൻസിൻ്റെ സൊല്യൂഷൻ എന്താണ്? 4 ആണ് mod 7ൽ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. സോൾവ് ദ കോൺഗ്രുവൻസ് 24x ഈസ് കോൺഗ്രുവൻറ്റ് ടു 11 mod 17. ഓക്കെ, സോ 24x ഈസ് കോൺഗ്രുവൻറ്റ് ടു 11 mod 17 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ തന്നെ ഈ ഫസ്റ്റ് ഈ കോൺഗ്രുവൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെറുതാക്കാം അല്ലെ. 24നെ mod 17ൽ നമുക്ക് എന്ത് എഴുതാം? 7 എന്ന് എഴുതാം അല്ലേ. കാരണം 24 ഈസ് കോൺഗ്രുവൻറ്റ് ടു എന്താണ്? 7 mod 17 ആണ്. സോ 24നെ മാറ്റി 7 എന്ന് കൊടുക്കാം. 7x ഈസ് കോൺഗ്രുവൻറ്റ് ടു 11 mod 17. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് സോൾവ് ചെയ്താൽ മതി. സോ നമ്മൾ ലാസ്റ്റ് തിയറത്തിൽ പറഞ്ഞു AX കോൺഗ്രുവൻറ്റ് ടു B mod P ആണ് ആൻഡ് P ഡസ് നോട്ട് ഡിവൈഡ്സ് A ആണെങ്കിൽ X ഈസ് കോൺഗ്രുവൻറ്റ് ടു A⁻P - 2 ഇൻറ്റു B mod P ആണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു. സോ നമ്മൾ AX കോൺഗ്രുവൻറ്റ് ടു B mod P എന്ന് പറയുന്നത് ഈ ഇക്വേഷനാണ്. ഇവിടെ നമ്മൾ P ഈക്വൽ ടു 17 ആൻഡ് A ഈക്വൽ ടു എന്താണ്? 7 ആണ്. B ഈക്വൽ ടു 11. ഓക്കെ, സോ ഇതിൻ്റെ സൊല്യൂഷൻ എന്ത് വരും? എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു A⁻P - 2 ദാറ്റ് ഈസ് 7^17 - 2 ദാറ്റ് ഈസ് 15. 7^15 ഇൻറ്റു B എന്താണ്? ഇവിടെ 11 ആണ്. ഇൻറ്റു 11 mod 17. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പം ഇതിൻ്റെ സൊല്യൂഷൻ കാണാൻ ഈ വാല്യൂ 7^15 ഇൻറ്റു 11ൻ്റെ ലീസ്റ്റ് റെസിഡ്യൂ mod 17ൽ എന്താണെന്ന് കണ്ടാൽ മതി. സോ 7^15 നമുക്ക് ചെറുതാക്കണം അല്ലേ.
വേണ്ടിയിട്ട് നമുക്കറിയാം 7² എന്താണ്, ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു -2 mod 17 ആണ്. 7² ഈസ് 49. സോ 49 ഈസ് കോൺഗ്രുവൻറ്റ് ടു നമുക്ക് എന്താ -2 mod 17 എന്നെഴുതാം. അങ്ങനെ 49 + 2 51 ആണ്, ആൻഡ് 17 divides 51. സോ 49 ഈസ് കോൺഗ്രുവൻറ്റ് ടു -mod 17. സോ 7² നമുക്ക് എങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു -2 mod 17 എന്നെഴുതാം. ഓക്കെ, 7² കോൺഗ്രുവൻറ്റ് ടു -2 mod 17. അങ്ങനെയാണെങ്കിൽ 7⁴ എന്താവും, അതായത് ഇത് രണ്ടും എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ കഴിയും, A² കോൺഗ്രുവൻറ്റ് ടു B² mod എം എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് ഇതിനെ സ്ക്വയർ ചെയ്യുകയാണ്. സോ 7² the whole square 7⁴ ഈസ് കോൺഗ്രുവൻറ്റ് ടു -2², ദാറ്റ് ഈസ് 4 mod 17. വീണ്ടും ഇതിനെ സ്ക്വയർ ചെയ്യാം. ഓക്കെ, ഇത് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ വീണ്ടും എന്ത് ചെയ്യും, A² കോൺഗ്രുവൻറ്റ് ടു B² mod എം എന്ന് എഴുതാം. സോ ഇതിനെ സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 7⁴ the whole square, that is 7⁸. it is congruent to 4². 4² എന്താണ്, കോൺഗ്രുവൻറ്റ് ടു 4² is 16 mod 17. ഓക്കെ, ഇനി 16 mod 17 എന്താ കിട്ടിയത്. 16 എന്താണ് mod 17ൽ, 16 is congruent to -1 mod 17 എന്നെഴുതാം അല്ലേ. -1 ഇങ്ങോട്ട് വരുമ്പോൾ +1. സോ 16 + 1 എന്താണ്, 17 എന്നോട്ട്. 17 divides 17. സോ 16 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 mod 17 ആണ്. സോ നമുക്കിവിടെ 16 വേറെ എന്ത് കൊടുക്കാം, -1 എന്ന് കൊടുക്കാം. സോ 7⁸ ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 mod 17 എന്ന് കിട്ടി. ഇനി നോക്കൂ, 7⁻15 നമുക്ക് എങ്ങനെ എഴുതാം, 7⁸ 8 + 4 + 2 + 1. ദിസ് ഈസ് ഈക്വൽ ടു 7⁻15 അല്ലേ. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, 7⁸ 8 × 7⁴ × 7² × 7 എന്നെഴുതാം. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂ 7⁻15 ആണ് വാല്യൂ നമ്മൾ mod 17ൽ കാണുന്നത്. സോ ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂ mod 17ൽ എന്താണെന്ന് നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 7⁸ എന്താണ് mod 17ൽ, -1. സോ -1 ഇൻറ്റു അടുത്തത് 7⁻4. 7⁻4 ഈസ് 4. 4 ഇൻറ്റു അടുത്തത് 7². 7² ഈസ് -2 ആണ് mod 17. സോ ഇൻറ്റു -2 ഇൻറ്റു ലാസ്റ്റ് വൺ ഈസ് 7. 7 അങ്ങനെ തന്നെ വെച്ചു. ഓക്കെ, സോ നമുക്ക് എന്തെഴുതാം, this is congruent to -1 × 4 × -2 × 7 mod 17 എന്നെഴുതാം. ഇനി this is equal to -2 × -1 +2 ആവും. 4 × 2 8, 8 × 7 56 എന്ന് കിട്ടും. സോ നമുക്കിവിടെ കിട്ടിയത് 7⁻15 ഈസ് കോൺഗ്രുവൻറ്റ് ടു 56 mod 17 എന്ന് കിട്ടി. ഇനി 56 mod 17ൽ എന്താ വാല്യൂ വരുന്നത്, 56 ഈസ് കോൺഗ്രുവൻറ്റ് ടു 5 mod 17 ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, 5 എന്ന് കൊടുക്കാം. സോ ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 5 mod 17. അതായത് നമുക്ക് എന്ത് കിട്ടി, 7⁻15 ഈസ് കോൺഗ്രുവൻറ്റ് ടു, അതാണ് നോക്കുന്നത്, 7⁻15 ഈസ് കോൺഗ്രുവൻറ്റ് ടു 5 mod 17 ആണ്. സോ എക്സ് കോൺഗ്രുവൻറ്റ് ടു 7⁻15 × 11 mod 17 ആണ്. ഇതിൽ നമ്മൾ എക്സിന് 7⁻15 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, എക്സ് ഇസ് കോൺഗ്രുവൻറ്റ് ടു 5 × 11 mod 17 എന്ന് കിട്ടും. 5 × 11 ഈസ് 55 ആൻഡ് 55 ഈസ് കോൺഗ്രുവൻറ്റ് ടു 4 mod 17. സോ അത് കൊടുത്താൽ 4 mod 17. സോ നമ്മുടെ സൊല്യൂഷൻ എക്സ് എന്താണ്, കോൺഗ്രുവൻറ്റ് ടു 4 mod 17 ആണ്. നെക്സ്റ്റ് തിയറം 7.7. Let P be a prime and A be any positive integer such that then we have to show that A raised to P is congruent to A mod P. Okay, so P is a prime and A be any integer, any positive integer, then A raised to P is congruent to A mod P. ഓക്കെ, ഫസ്റ്റ് കേസ് പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ. ഇവിടെ പി ഒരു പ്രൈമും എ ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇത് രണ്ട് കേസ് വരാം, പി ഡിവൈഡ്സ് എയും പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ എന്നുള്ള കേസും. സോ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ ആണ്. ഇഫ് പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ ദെൻ ജി സി ഡി ഓഫ് എ ആൻഡ് പി ഈസ് ഈക്വൽ ടു 1. ദെൻ ബൈ ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം, അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം, ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം യൂസ് ചെയ്യാം. ആൻഡ് ബൈ ദാറ്റ് എ റേസ് ടു പി -1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod പി എന്നെഴുതാം. സോ എ റേസ് ടു പി -1 ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 mod പി എന്ന് പറഞ്ഞാൽ എന്താണ്, എ റേസ് ടു പി ഇൻറ്റു എ റേസ് ടു -1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod പി അല്ലേ. സോ ഈ എ റേസ് ടു -1 നമുക്ക് എന്ത് എഴുതാം, എ റേസ് ടു പി ബൈ എ ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod പി. സോ ഇവിടെ നിന്ന് എന്ത് എഴുതാം, എ റേസ് ടു പി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ mod പി. സോ ഇവിടെ നമുക്ക് എ കോൺഗ്രുവൻറ്റ് ടു എ mod പി എന്ന് എഴുതാം. ഈ കോൺഗ്രുവൻസും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എ റേസ് ടു പി ബൈ എ ഇൻ കോൺഗ്രുവൻറ്റ് ടു 1 mod പി ഇൻറ്റു അതും ഈ കോൺഗ്രുവൻസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും, എ റേസ് ടു പി ബൈ എ ഇൻറ്റു എ. സോ ഈ എയും എയും ക്യാൻസൽ ആവും, അവിടെ എ റേസ് ടു പി എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 ഇൻറ്റു എ ദാറ്റ് ഈസ് എ mod പി. ഓക്കെ, സോ പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ ആകുമ്പോൾ എ റേസ് ടു പി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ mod പി.
നെക്സ്റ്റ് കേസ് സെക്കൻഡ് കേസിൽ നമ്മൾ പി ഡിവൈഡ്സ് എ എന്നെടുക്കാം. പി ഡിവൈഡ്സ് എ ആവുമ്പോൾ എ ഈസ് കോൺഗ്രൻറ്റ് ടു വാട്ട് 0 മോഡ് പി ആണല്ലേ. പി ഡിവൈഡ്സ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് പി. ദെൻ എ ഈസ് കോൺഗ്രൻറ്റ് ടു എന്താവും 0 മോഡ് പി ആവും. ദെൻ എ റേസ് ടു പി ഈസ് കോൺഗ്രൻറ്റ് ടു എന്താവും 0 മോഡ് പി. ഓക്കെ, ഇവിടെ എ ഈസ് കോൺഗ്രൻറ്റ് ടു 0 മോഡ് പി, എ കോൺഗ്രൻറ്റ് ടു ബി മോഡ് എം ആണെങ്കിൽ എ റേസ് ടു എൻ ഈസ് കോൺഗ്രൻറ്റ് ടു ബി റേസ് ടു എൻ മോഡ് പി മോഡ് എൻ എന്ന് എഴുതാം. അപ്പോൾ അത് വെച്ചിട്ട് എ കോൺഗ്രൻറ്റ് ടു 0 മോഡ് പി ആകുമ്പോൾ എ റേസ് ടു പി കോൺഗ്രൻറ്റ് ടു 0 റേസ് ടു പി, ദാറ്റ് ഈസ് 0 മോഡ് പി എന്ന് എഴുതാം അല്ലേ. ഇനി അടുത്തത് ഈ രണ്ട് കോൺഗ്രൻസും ഉപയോഗിച്ചിട്ട് എ റേസ് ടു പി എന്താണ്, ഇറ്റ് ഈസ് കോൺഗ്രൻറ്റ് ടു 0 മോഡ് പി ആണ്. ആൻഡ് 0 ഈസ് കോൺഗ്രൻറ്റ് ടു എ ആണ് മോഡ് പിയിൽ അല്ലേ. ദിസ് ഈസ് എ കോൺഗ്രൻറ്റ് ടു 0 മോഡ് പി ആകുമ്പോൾ നമുക്ക് എന്താ എഴുതാം, 0 കോൺഗ്രൻറ്റ് ടു എ മോഡ് പി എന്ന് എഴുതാം. സോ ഇവിടെ എ റേസ് ടു പി ഈസ് കോൺഗ്രൻറ്റ് ടു 0 മോഡ് പി ആൻഡ് 0 ഈസ് കോൺഗ്രൻറ്റ് ടു എ മോഡ് പി. സോ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് എന്താ എഴുതാം, എ റേസ് ടു പി ഈസ് കോൺഗ്രൻറ്റ് ടു എ മോഡ് പി. സോ പി ഡിവൈഡ്സ് എ ആകുമ്പോൾ നമുക്ക് എന്താ എഴുതാം, എ റേസ് ടു പി ഈസ് കോൺഗ്രൻറ്റ് ടു എ മോഡ് പി. സോ ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ എ ആൻഡ് എ പ്രൈം പി, എ റേസ് ടു പി ഈസ് കോൺഗ്രൻറ്റ് ടു എ മോഡ് പി. നെക്സ്റ്റ് തിയറം നോക്കാം. തിയറം 7.8. ലെറ്റ് p1 p2 etc pk be any distinct primes. A, any positive integer and L is equal to LCM of p minus 1, p2, p1 minus 1, p2 minus 1 etc pk minus 1. Then a raised to L plus 1 is congruent to a mod p1 into p2 into etc into pk. Okay, so സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് we have k distinct primes p1 p2 etc pk ഇങ്ങനെ കുറച്ച് ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ഉണ്ട്. ആൻഡ് എ ഈസ് എനി പോസിറ്റീവ് ഇൻറ്റിജർ. എൽ എന്ന് പറയുന്നത് എന്താണ്, എൽ സി എം ഓഫ് p1 മൈനസ് 1, p2 മൈനസ് 1 എക്സെട്ര pk മൈനസ് 1. ഇതിൻ്റെ എൽ സി എം ആണ് എൽ. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഷോ ദാറ്റ് എ റേസ് ടു എൽ പ്ലസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് p1 ഇൻറ്റു p2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു pk. ഓക്കെ ഓക്കെ, നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് p1 p2 എക്സെട്ര pk എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണ്. ആൻഡ് എ എനി പോസിറ്റീവ് ഇൻറ്റിജർ. ദെൻ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം, ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം യൂസ് ചെയ്യാം. സോ ഫെർമാറ്റ് ലിറ്റിൽസ് തിയറം ഉപയോഗിച്ചാൽ എ റേസ് ടു പി ഐ മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി ഐ അല്ലേ. ഇത് ഓരോ പി ഐക്കും പറ്റും, p1 p2 എക്സെട്ര pk വരെയുള്ള ഏത് പ്രൈം പി ഐ എടുത്തിട്ടുണ്ടെങ്കിലും എ റേസ് ടു പി ഐ മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി ഐ വേർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ. ഇനി എൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എൽ ഇസ് ദ എൽ സി എം ഓഫ് p1 മൈനസ് 1, p2 മൈനസ് 1 എക്സെട്ര pk മൈനസ് 1. ആൻഡ് എൽ ഇതിൻ്റെ എൽ സി എം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, പി ഐ മൈനസ് 1 എന്ത് ചെയ്യും, ഡിവൈഡ്സ് എൽ അല്ലേ. കാരണം എന്താണ്, എൽ എന്താണ്, ഇറ്റ് ഈസ് ദ എൽ സി എം ഓഫ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് p1 മൈനസ് 1, p2 മൈനസ് 1. എൽ ഇതിൻ്റെ എൽ സി എം ആയതുകൊണ്ട് തന്നെ നമുക്കപ്പോൾ എന്ത് പറയാം, ഓരോന്നും p1 മൈനസ് 1 ഡിവൈഡ്സ് എൽ, p2 മൈനസ് 1 ഡിവൈഡ്സ് എൽ എക്സെട്ര pk മൈനസ് 1 ഡിവൈഡ്സ് എൽ എന്ന് എഴുതാം. സോ നമുക്ക് അതിനെങ്ങനെ എഴുതാം, പി ഐ മൈനസ് 1 ഡിവൈഡ്സ് എൽ. സോ ഈ പി ഐ മൈനസ് 1 ഡിവൈഡ്സ് എൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ആൻ ഇൻറ്റീജർ അല്ലേ. സോ നമുക്ക് എന്താ എഴുതാം, എ റേസ് ടു പി ഐ മൈനസ് 1 ഹോൾ റേസ് ടു എൽ ബൈ പി ഐ മൈനസ് 1 എന്തെയും ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി ഐ. ഇവിടെ നമുക്ക് എന്തുണ്ട്, എ റേസ് ടു പി ഐ മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി ഐ. അതായത് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എ റേസ് ടു എൻ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി റേസ് ടു എൻ മോഡ് എം എന്ന് എഴുതാം അല്ലേ. സോ ഇവിടെ എ റേസ് ടു പി ഐ മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി ഐ ആണ്. നമ്മൾ എന്ത് ചെയ്തു, ഈ എന്നിന് പകരം എൽ ബൈ പി ഐ മൈനസ് 1 ആണ്. കാരണം എല്ലിനെ എന്ത് ചെയ്യുന്നുണ്ട്, പി ഐ മൈനസ് 1 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ എൽ ബൈ പി ഐ മൈനസ് 1 ഇസ് എൻ ഇൻറ്റീജർ. സോ നമുക്ക് എന്ത് ചെയ്യാം, എന്നിന് പകരം ഇവിടെ എൽ ബൈ പി ഐ മൈനസ് 1 എന്നെടുത്തു. സോ എ റേസ് ടു എ ഇവിടെ എന്താണ്, എ റേസ് ടു പി ഐ മൈനസ് 1 ആണ്. എ റേസ് ടു പി ഐ മൈനസ് 1 റേസ് ടു എൽ ബൈ പി ഐ മൈനസ് 1 എടുത്തു. ദാറ്റ് വിൽ ബി കോൺഗ്രുവൻറ്റ് ടു ഇവിടെ എന്താണ് 1 ആണ് അല്ലേ, 1 റേസ് ടു എൽ ബൈ പി ഐ മൈനസ് 1 മോഡ് പി ഐ എന്നെഴുതാം. സോ ഇതെന്താണ്, എ റേസ് ടു പി ഐ മൈനസ് 1 ഹോൾ റേസ് ടു എൽ ബൈ പി ഐ മൈനസ് 1. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എ റേസ് ടു പി ഐ മൈനസ് 1 ഇൻറ്റു എൽ ബൈ പി ഐ മൈനസ് 1 ആ ഫോമുല എടുക്കുന്നത് അല്ലേ. സോ ഈ പി ഐ മൈനസ് 1ഉം പി ഐ മൈനസ് 1ഉം ക്യാൻസൽ ആവും. ബാക്കി എന്താ ഉള്ളത്, എ റേസ് ടു എൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് എ റേസ് ടു എൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി ഐ. ഇനി എ റേസ് ടു എൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി ഐ ആണ്. and നമുക്ക് എന്ത് എഴുതാം, എ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി ഐ എന്ന് എഴുതാം അല്ലേ. സോ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എ റേസ് ടു എൽ ഇൻറ്റു എ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി ഐ എന്ന് എഴുതാം. സോ എ റേസ് ടു എൽ ഇൻറ്റു എ എന്താണ്, എ റേസ് ടു എൽ പ്ലസ് 1 ആൻഡ് ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി ഐ എന്ന് കിട്ടും.
Okay, so a raised to L plus 1 is congruent to A mod Pi. So a raised to L plus 1 congruent to A mod Pi എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ പി ഐനും ഈ കോൺഗ്രൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് എ റേസ് ടു എൽ പ്ലസ് വൺ കോൺഗ്രൻറ്റ് ടു എ മോഡ് P1, എ റേസ് ടു എൽ പ്ലസ് വൺ കോൺഗ്രൻറ്റ് ടു എ മോഡ് P2, എക്സെട്ര എ റേസ് ടു എൽ പ്ലസ് വൺ കോൺഗ്രൻറ്റ് ടു എ മോഡ് Pk. ഇനി നമുക്കൊരു തിയറം അറിയാം. തിയറം 4.8 നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എ കോൺഗ്രൻറ്റ് ടു ബി മോഡ് M1, എ കോൺഗ്രൻറ്റ് ടു ബി മോഡ് M2, എക്സെട്ര എ കോൺഗ്രൻറ്റ് ടു ബി മോഡ് Mk ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എ കോൺഗ്രൻറ്റ് ടു ബി മോഡ് LCM ഓഫ് M1 M2 എക്സെട്ര Mk. സോ ഇവിടെ എന്താ കിട്ടിയത്, എ റേസ് ടു എൽ പ്ലസ് വൺ കോൺഗ്രൻറ്റ് ടു എ മോഡ് P1, എ റേസ് ടു എൽ പ്ലസ് വൺ ഈസ് കോൺഗ്രൻറ്റ് ടു എ മോഡ് P2, എക്സെട്ര എ റേസ് ടു എൽ പ്ലസ് വൺ എന്താണ്, കോൺഗ്രൻറ്റ് ടു എ മോഡ് Pk ആണ്. സോ ഈ ഒരു തിയറം ഉപയോഗിച്ചിട്ട് ഇതിനെ എങ്ങനെ എഴുതാം, എ റേസ് ടു എൽ പ്ലസ് വൺ ഈസ് കോൺഗ്രൻറ്റ് ടു എ മോഡ് LCM ഓഫ് P1 P2 എക്സെട്ര Pk എന്ന് എഴുതാം. ഓക്കെ, ഇനി മോഡ് LCM ഓഫ് P1 P2 എക്സെട്ര Pk. ഇവിടെ P1 P2 എക്സെട്ര Pk എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണ്. അതുകൊണ്ട് തന്നെ അതെന്താവും, റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും അല്ലേ. സോ ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണ്, സോ ദേ വിൽ ബി റിലേറ്റീവ്ലി പ്രൈം. അതുകൊണ്ട് റിലേറ്റീവ്ലി പ്രൈം ആകുമ്പോൾ അതിൻ്റെ LCM എന്താവും, എ ആൻഡ് ബി ആർ റിലേറ്റീവ്ലി പ്രൈം, ദെൻ LCM ഓഫ് എ ബി ഈക്വൽ ടു എ ഇൻറ്റു ബി. സോ ഇവിടെ P1 P2 എക്സെട്ര Pk എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം ആയതുകൊണ്ട് അതെല്ലാം റിലേറ്റീവ്ലി പ്രൈം ആവും. So LCM of P1, P2, etc. Pk will be equal to P1 into P2 into etc. into Pk. So ഇതെങ്ങനെ എഴുതാൻ പറ്റും, a raised to L plus 1 congruent to a mod P1 into P2 into etc. into Pk. Next is corollary 7.2. Let a be any prime and let a be any integer and p any prime greater than 3. Then a raised to p is congruent to a mod 6p. So a is any integer and p is a prime and p is greater than 3. So p is a prime that is greater than 6. So p is not equal to 2 and 3. Okay. And a is any integer. Then we have to show that a raised to p is congruent to a mod 6p. Proof നോക്കാം. പ്രൂഫിൽ പറയുന്നത് let p1 equal to 2, p2 equal to 3 and p3 equal to p in theorem 7.8. Okay. സോ നമ്മൾ തിയറം 7.8 എന്താ പറഞ്ഞിരുന്നത്, P1 P2 എക്സെട്ര Pk ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസും എ ഒരു പോസിറ്റീവ് ഇൻറ്റീജറും ആണ്. ആൻഡ് എൽ എന്താണ്, LCM ഓഫ് P1 - 1 P2 - 1 എക്സെട്ര Pk - 1 ആണെങ്കിൽ എ റേസ് ടു എൽ പ്ലസ് വൺ കോൺഗ്രൻറ്റ് ടു എ മോഡ് P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര Pk എന്ന് പറയാം. അപ്പോൾ അവിടെ നമ്മൾ 3 പ്രൈംസ് എടുക്കുകയാണ്, P1 P2 P3. P1 നമ്മൾ 2 ആയിട്ടും P2ന് 3 ആയിട്ടും എടുത്തു. ആൻഡ് P3 ഈക്വൽ ടു P. ഈ പി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ള പ്രൈം പി ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 3. ഓക്കെ, അങ്ങനെ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ തിയറത്തിൽ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വരാം, ദെൻ ദിസ് വിൽ ബി കോൺഗ്രൻറ്റ് ടു എ റേസ് ടു എൽ പ്ലസ് 1 വിൽ ബി കോൺഗ്രൻറ്റ് ടു എ മോഡ് P1 ഇൻ എ മോഡ് P1 ഇൻറ്റു P2 ഇൻറ്റു P3 എന്ന് കിട്ടും അല്ലേ. P1 ഇൻറ്റു P2 ഇൻറ്റു P3 എന്താണ്, P1 ഈസ് 2, P2 ഈസ് 3 ആൻഡ് P3 ഈസ് P. ദാറ്റ് ഈസ് 2 ഇൻറ്റു 3 ഇൻറ്റു P. ദാറ്റ് ഈസ് ഈക്വൽ ടു 6P. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, എ റേസ് ടു എൽ പ്ലസ് 1 കോൺഗ്രൻറ്റ് ടു എ മോഡ് 6P എന്ന് കിട്ടി. ഇനി ഈ എയും എൽ പ്ലസ് 1ഉം എൽ എന്താണെന്ന് കാണണം അല്ലേ. സോ നമുക്ക് കിട്ടിയത് എ റേസ് ടു എൽ പ്ലസ് 1 ഈസ് കോൺഗ്രൻറ്റ് ടു എ മോഡ് 6P ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എൽ എന്താണെന്ന് കാണണം. എൽ ഇസ് ദ LCM ഓഫ് P1 - 1 P2 - 1 P3 - 1. സോ P1 നമ്മൾ എന്താ എടുത്തത്, 2. സോ 2 - 1 ഈസ് 1, P2 ഈസ് 3, so P2 - 1 is 2 and P3 is P, so that is P - 1. So LCM, L is the LCM of 1 to P - 1 and the LCM of 1 to P - 1 എന്താണ്, P - 1 ആണ്. സോ ഇതെങ്ങനെ എഴുതാം, L നമുക്ക് L is equal to P - 1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കോൺഗ്രൻസിൽ L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടുക, എ റേസ് ടു L is P - 1 plus 1 is congruent to A mod 6P. അതായത് P - 1 plus 1 - 1 plus 1 പോയി എ റേസ് ടു P congruent to A mod 6P. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് 2 raised to 341 is congruent to 2 mod 341. ഓക്കെ, 2 raised to 341 is congruent to 2 mod 341. സോ ഇവിടെ നമ്മൾ ഈ നമ്പർ എന്താണ്, 341 ആണ്. ആൻഡ് 341 നമുക്ക് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം. അതിനെ നമുക്ക് 11 × 31 എന്ന ഫോമിൽ ഫാക്ടറൈസ് ചെയ്യാം. സോ ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം.
അതുകൊണ്ട് തന്നെ നമുക്ക് എ റേസ് ടു പി കോൺഗ്രന്റ് ടു എ മോഡ് പി എന്നുള്ളതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം 341 എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം. സോ അത് നമ്മൾ 341 നമുക്ക് എങ്ങനെ എഴുതാം, 11 ഇൻറ്റു 31 എന്ന് എഴുതാം അല്ലേ. സോ 11ഉം 31ഉം എന്താണ്, ദേ ആർ പ്രൈംസ്. അപ്പോൾ ഇതിൽ ഓരോന്നിലും നമുക്ക് എന്ത് ചെയ്യാം, ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം യൂസ് ചെയ്യാം. സോ നമ്മൾ ഫസ്റ്റ് 11 ചൂസ് ചെയ്തു, പി ഈക്വൽ ടു 11 ചൂസ് ചെയ്തു. എന്നിട്ട് ഫെർമാറ്റ്സ് തിയറം അപ്ലൈ ചെയ്യാണ്, എ ഈക്വൽ ടു 2 ആയിട്ട് എടുത്തിട്ട്. ദെൻ ഫെർമാറ്റ്സ് തിയറത്തിൽ എന്താ പറയുന്നത്, എ റേസ് ടു പി മൈനസ് 1 ഈസ് കോൺഗ്രന്റ് ടു 1 മോഡ് പി. അപ്പോൾ ഇവിടെ എന്താ എഴുതാം, 2 റേസ് ടു 11 മൈനസ് 1, 2 റേസ് ടു 10 ഈസ് കോൺഗ്രന്റ് ടു 1 മോഡ് പി. പി എന്താണ്, 11 ആണ്. ഓക്കെ. സോ 2 റേസ് ടു 10 ഈസ് കോൺഗ്രന്റ് ടു 1 മോഡ് 11. Then 2 raised to 10 whole raised to 34 is congruent to 1 raised to 34 mod 11 എന്ന് എഴുതാം. അതായത് 2 raised to 340, 10 into 34, 340 is congruent to 1 raised to 34, 1 mod 11 എന്ന് എഴുതാം. ഇനി 2 raised to 341നെ നമുക്ക് എങ്ങനെ എഴുതാം, 2 raised to 340 into 2 എന്ന് എഴുതാം. ആൻഡ് 2 raised to 340 എന്താണ്, ഇറ്റ് ഈസ് കോൺഗ്രന്റ് ടു 1 mod 11 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം, 1 into 2 mod 11 എന്ന് എഴുതാം. അതായത് 2 raised to 341 2 raised to 341 എന്താണ്, ഇറ്റ് ഈസ് കോൺഗ്രന്റ് ടു 2 mod 11. ഇനി നെക്സ്റ്റ് നമ്മൾ പി ഈക്വൽ ടു 31 ആയിട്ട് എടുത്തു, എ ഈക്വൽ ടു 2. വീണ്ടും ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം അപ്ലൈ ചെയ്യാം അല്ലേ. സോ ഇതിനെങ്ങനെ എഴുതാം, എ റേസ് ടു പി മൈനസ് 1 കോൺഗ്രന്റ് ടു 1 മോഡ് പി, ദാറ്റ് ഈസ് 2 റേസ് ടു 30 ഈസ് കോൺഗ്രന്റ് ടു 1 മോഡ് 31. നൗ 2 റേസ് ടു 340, 2 റേസ് ടു 340നെ എങ്ങനെ എഴുതാം, 340 ഈക്വൽ ടു 341നെ നമുക്ക് 30 ഇൻറ്റു 11 പ്ലസ് 11 എന്ന് എഴുതാം. സോ നമ്മളിവിടെ 340നെ നമുക്ക് 30 ഇൻറ്റു 11 എന്നുള്ള ഫോമിൽ എഴുതാം. സോ 2 റേസ് ടു 340 ഈസ് ഈക്വൽ ടു 2 റേസ് ടു 341 ആണ്. 341നെ 30 ഇൻറ്റു 11 പ്ലസ് 11 എന്ന് എഴുതാം. സോ 2 റേസ് ടു 341നെ 2 റേസ് ടു 30 ഹോൾ റേസ് ടു 11 ഇൻറ്റു 2 റേസ് ടു 11 എന്ന് എഴുതാം. നോ 2 റേസ് ടു 30 എന്താണ്, ഇറ്റ് ഈസ് കോൺഗ്രന്റ് ടു 1 മോഡ് 31 ആണ്. സോ 2 റേസ് ടു 30 ഹോൾ റേസ് ടു 11 എന്താ വരിക, that will be congruent to 1 raised to 11 mod 31 അല്ലേ. സോ 2 raised to 30 whole raised to 11 നമുക്ക് 1 raised to 11 എന്ന് എഴുതാം, ഇൻറ്റു എന്തുണ്ട് 2 raised to 11 mod 31, that is 2 raised to 11 mod 31 എന്ന് കിട്ടും. നൗ 2 raised to 11 എന്ന് നമുക്ക് എന്താണ് mod 31 എന്ന് കാണാം. സോ 2 raised to 11ന് 11 ഈക്വൽ ടു നമുക്ക് 5 ഇൻറ്റു 2 പ്ലസ് 1 എന്ന ഫോമിൽ എഴുതാം അല്ലേ. സോ 2 raised to 11 is 2 raised to 5 into 2 plus 1, that is 2 raised to 5 whole square into 2 mod 31 എന്നത്. ഇനി 2 raised to 5 2 raised to 5 is 32 and 32 എന്താണ്, it is congruent to 1 mod 31. നമുക്കിവിടെ കിട്ടിയത് 2 raised to 341, it is congruent to 2 raised to 11 ആണ്. ഇനി 2 raised to 11 നമുക്ക് 2 raised to 5 whole square into 2 എന്ന് എഴുതാം. ആൻഡ് 2 raised to 5 നമുക്ക് എന്ത് കിട്ടി, 32 is congruent to 1 mod 31 ആണ് അല്ലേ. സോ 2 raised to 5 എന്താണ്, 1 ആണ്. സോ 1 square into 2 mod 31 എന്ന് എഴുതാം, അതായത് 2 mod 31. സോ നമുക്ക് ഫസ്റ്റത്തെ ഇക്വേഷൻ 2 raised to 341 is congruent to 2 mod 11 and 2 raised to 341 is congruent to 2 mod 31. Then നമ്മളെ തിയറം 4.8ൽ നമ്മൾ പറഞ്ഞിരുന്നു, എ കോൺഗ്രന്റ് ടു ബി മോഡ് M1, എ കോൺഗ്രന്റ് ടു ബി മോഡ് M2 എക്സെട്ര, എ കോൺഗ്രന്റ് ടു ബി മോഡ് MK ആണെങ്കിൽ എ ഈസ് കോൺഗ്രന്റ് ടു ബി മോഡ് LCM ഓഫ് M1 M2 എക്സെട്ര MK എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇവിടെ 2 raised to 341 എന്താണ്, കോൺഗ്രന്റ് ടു 2 mod 31 ആണ്. 2 raised to 341 കോൺഗ്രന്റ് ടു 2 mod 11 അല്ലേ, 2 mod 11 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ തിയറം ഉപയോഗിച്ചിട്ട് ഇതിനെ അങ്ങനെ എഴുതാം, 2 raised to 341 കോൺഗ്രന്റ് ടു 2 mod LCM ഓഫ് 31, 11. ഇതിൻ്റെ LCM ഇവിടെ 31ഉം 11ഉം എന്താണ്, റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് ഇതിൻ്റെ LCM എന്താവും, 31 ഇൻറ്റു 11 ആവും. സോ 2 raised to 341 is congruent to 2 mod 31 into 11 and 31 into 11 is 341. So 2 raised to 341 is congruent to 2 mod 341.